ഗവൺമെൻറ് റേഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ KGRA 32ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1-2 തീയതികളിൽ കൊല്ലത്ത് ആശ്രമം മൈതാനത്തിനടുത്തുള്ള ശ്രീനാരായണ സാംസ്കാരിക കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് നമ്മളിവിടെ നടത്തുന്നത്. റേഡിയോഗ്രാഫർമാർ എന്ന് പറയുമ്പോൾ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, മാമോഗ്രാം, ക്യാൻസർ ചികിത്സ പോലുള്ള ജോലികൾ ചെയ്യുന്ന, ഡയഗ്നോസിസും അതുപോലെ തന്നെ തെറാപ്പി സൈഡിലും ജോലി ചെയ്യുന്ന വിഭാഗമാണ് റേഡിയോഗ്രാഫർമാർ. നമുക്കറിയാം, കൺവെൻഷണൽ എക്സ്റേ നമ്മൾ ഫോട്ടോഗ്രാഫി പോലെ ഡാർക്ക് റൂമിൽ ഫിലിം പ്രോസസ്സ് ചെയ്ത് എക്സ്റേ പ്രോസസ്സ് ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് ഡിജിറ്റൽ എക്സ്റേ സംവിധാനത്തിലോട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ 90% സർക്കാർ ആശുപത്രികളിലും ഡിജിറ്റൽ എക്സ്റേ സംവിധാനമായി കഴിഞ്ഞു. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇന്നും പഴയ ഡാർക്ക് റൂം ടെക്നിക്സ് നിലനിൽക്കുകയാണ്. അതൊരു പരിമിതിയാണ്. അതുകൂടെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതും മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ റേഡിയോഗ്രാഫർമാർ. നമ്മുടെ ഈ റേഡിയോളജി മേഖല അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ AERB, ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AERBയുടെ റെഗുലേഷൻസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. റേഡിയേഷനുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്ന ഗൈഡ് ലൈൻസ് AERBയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ യൂണിറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോഴ്സ് ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകൾ നിലവിലുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ DMEയുടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരത്തോടു കൂടി +2 സയൻസ് കഴിഞ്ഞിട്ട് 2 ഇയർ 3 ഇയർ ഡിപ്ലോമ കോഴ്സും അതുപോലെ തന്നെ 4 ഇയർ ഡിഗ്രി കോഴ്സ് അത് കുഹാസിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ആ കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഈ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. ആ കോഴ്സ് നടത്തണമെങ്കിലും അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ അംഗീകാരം ആവശ്യമാണ്. നമ്മുടെ തിരക്കിനനുസരിച്ച് പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ അപര്യാപ്തമാകുന്നുണ്ട്. കാരണം വർദ്ധിച്ചു വരുന്ന തിരക്കും അതനുസരിച്ചുള്ള മെഷീനുകളുടെ അപര്യാപ്തതയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്കാനിങ്ങിനോ എക്സ്റേയോ അല്ലെങ്കിൽ MRI സ്കാൻ എടുക്കുന്ന ആ സമയവും കൂടെ കണക്കാക്കുമ്പോൾ പലപ്പോഴും നീണ്ട ഒരു സമയം തന്നെ ഇൻവെസ്റ്റിഗേഷന് അതിൻ്റെ CT സ്കാന് MRI സ്കാനൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ കാലതാമസം വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ കിട്ടേണ്ട ആവശ്യകത ആയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും MLA MP പോലുള്ള ആൾക്കാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മെഷീൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ ആ മെഷീൻ ലഭിക്കുന്നതിനും അതിൻ്റെ ഇൻസ്റ്റലേഷനുമായിട്ടുള്ള കാര്യങ്ങളിൽ റേഡിയോഗ്രാഫർമാരുടെ പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. MRI സ്കാനും നിർബന്ധമായിട്ടും ആവശ്യമാണ്. പക്ഷേ കേരളത്തിലെ 4 ജില്ലാ ആശുപത്രികളിൽ മാത്രമാണ് MRI സ്കാൻ സൗകര്യമുള്ളത്. അത് മുഴുവൻ ജില്ലാ ജനറൽ ആശുപത്രികളിൽ MRI സ്കാൻ സൗകര്യം ആവശ്യമാണ്. കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നടക്കുന്ന ഹോസ്പിറ്റലുകളാണ്. അതുപോലെ തന്നെ താലൂക്ക് തല ആശുപത്രികളിലെങ്കിലും മിനിമം CT സ്കാൻ ഉണ്ടാവണം. കാരണം ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ, സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പേഷ്യൻറ്റിനെ അടുത്തുള്ള റഫറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസങ്ങൾ അത് ചികിത്സയെ ബാധിക്കുകയും രോഗിയുടെ ജീവന് തന്നെ പലപ്പോഴും ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ പേഷ്യൻറ്റിനെയും ഇതേപോലെ മെഡിക്കൽ കോളേജുകളിലോ പ്രധാനപ്പെട്ട ജനറൽ ആശുപത്രികളിൽ റെഫർ ചെയ്യുമ്പോൾ അവിടുത്തെ തിരക്ക് ക്രമാതീതമായി കൂടുകയും അവിടെയും ചികിത്സയ്ക്കുള്ള കാലതാമസവും നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ CT സ്കാന് MRI സ്കാൻ പോലുള്ള സൗകര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. സർക്കാർ അതിന് പരിഗണന നൽകുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിൽ അത് പൂർണ്ണമായിട്ടില്ല. അതുപോലെ തന്നെ CHC ലെവലിൽ ഡിജിറ്റൽ എക്സ്റേ സംവിധാനങ്ങളാകുന്നതേ ഉള്ളൂ. അപ്പം മുഴുവൻ CHC സെൻ്ററുകളിലും ഡിജിറ്റൽ എക്സ്റേ സേവനം വേണം. ഡിജിറ്റൽ എക്സ്റേ CHCയിൽ മാത്രമല്ല, പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും അതുപോലെ ഫാമിലി ഹെൽത്ത് സെൻ്ററിലും വേണമെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി കേന്ദ്ര ഗവൺമെൻറ് മാർഗനിർദ്ദേശമുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഡിജിറ്റൽ എക്സ്റേ സംവിധാനം നിർബന്ധമാക്കണമെന്നുള്ളത്. പക്ഷേ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ പോലും 6 മണി വരെ ഡോക്ടർ സേവനം നടക്കുന്ന ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ പോലും ഡിജിറ്റൽ എക്സ്റേ സംവിധാനത്തിനുള്ള ഗൈഡ് ലൈൻ വന്നിട്ടില്ല. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് നമുക്കറിയാവുന്ന കാര്യമാണ്. ചെസ്റ്റ് എക്സ്റേ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പോസ്റ്റ് കോവിഡിന്.
അതുപോലെ തന്നെ നമുക്ക് ചുമ, പനി പോലുള്ള കാര്യങ്ങൾ, ന്യൂമോണിയ പോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സാധാരണ രോഗികൾക്ക് പോലും നമുക്ക് ചെസ്റ്റ് എക്സ്റേ ആവശ്യമാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റിയാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് മാമോഗ്രാം പരിശോധന ആവശ്യമാണ് എന്നുള്ളൊരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് മാമോഗ്രാം നമുക്ക് ഇന്ന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മരിച്ചുപോയ ഇന്നസെന്റ് MP, അപ്പോൾ അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ പ്രാധാന്യം അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വരെ മാമോഗ്രാം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ മാമോഗ്രാം എല്ലാ സ്ഥലങ്ങളിലും വേണം. അപ്പം അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനെല്ലാം നമുക്ക് സാമ്പത്തികം ഒരു വലിയ ഘടകമാണ്. പക്ഷേ നമ്മുടെ ത്രിതല പഞ്ചായത്ത് അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. പല ഹോസ്പിറ്റലുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രിയിലെ ആദ്യത്തെ MRI, കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ആശുപത്രിയിൽ ആദ്യത്തെ MRI വന്നത് എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ P. രാജീവ് അന്ന് MP ആയിരുന്ന സമയത്താണ് അത് MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും മറ്റ് MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി MRI സ്കാൻ വരികയും വളരെ കുറഞ്ഞ ചെലവിൽ MRI സ്കാൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി അതിനെ മാറ്റുകയും ചെയ്തു. അതുപോലെ ഇപ്പോൾ അവിടെ പെട്രോനെറ്റാണ് അവിടെ ഒരു CT സ്കാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും ഡിജിറ്റൽ എക്സ്റേ സംവിധാനമെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നുള്ള ആ ഒരു മാനദണ്ഡം ആർദ്രം പദ്ധതിയിൽ കൂടെ ഉൾപ്പെടുത്തിയാൽ കൂടുതൽ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മെഷീനുകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ അനുവാദത്തോടു കൂടിയാണ് ഈ മെഷീനുകൾ സ്ഥാപിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. അതിന്റെ ലൈസൻസ്, ഇലോറ ലൈസൻസ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാണ് ഈ മെഷീൻ സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്ഥാപിക്കുമ്പോൾ ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സ്ഥിരം റേഡിയോഗ്രാഫർമാർ ആവശ്യമാണ്. കാരണം പല സ്ഥലങ്ങളിലും താൽക്കാലിക റേഡിയോഗ്രാഫർമാരെ നിയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മെഷീന്റെ ലൈസൻസിങ്ങും പോലുള്ള കാര്യങ്ങളും അതിന്റെ മെയിൻ്റനൻസും പോലുള്ള കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ താൽക്കാലിക ജീവനക്കാര് മാറിപ്പോകുന്ന ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോഴേക്കും ഇവിടെ ഈ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം തസ്തിക സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആർദ്രം പദ്ധതിയിൽ ഗവൺമെന്റ് തസ്തിക സൃഷ്ടിക്കൽ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു. റേഡിയോഗ്രാഫർ തസ്തിക സൃഷ്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്തായിട്ട് 104 തസ്തിക സൃഷ്ടിക്കാനുള്ള പ്രപ്പോസൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥനയും ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1-2 തീയതികളിൽ കൊല്ലം ആശ്രമത്തെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ശ്രീനാരായണ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട MLA മുകേഷ്, അതുപോലെ തന്നെ മേയർ പ്രസിഡന്റ് ഏണസ്റ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത, നാഷണൽ ഹെൽത്തിന്റെ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീകുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയുർവേദത്തിന്റെ ഡോക്ടർ അഭിലാഷ്, ചീഫ് മെഡിക്കൽ ഓഫീസർ വെറ്റിനറി ഡോക്ടർ ഷൈൻകുമാർ, ജില്ലാ ബയോമെഡിക്കൽ എഞ്ചിനീയർ കൊല്ലം ശ്രീമതി അനുപ്രസീത എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ സമ്മേളന നഗരി 2-ാം തീയതിയാണ്. 1-ാം തീയതി ഞങ്ങളുടെ റേഡിയോഗ്രാഫേഴ്സിൻ്റെയും കുടുംബങ്ങളുടെയും കൾച്ചറൽ പ്രോഗ്രാമാണ്. ഞങ്ങളുടെ തന്നെ ആൾക്കാർ നടത്തുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിൽ 1-ാം തീയതി ഉണ്ട്. വൈകുന്നേരം 3 മണി മുതൽ 10 മണി വരെയാണ്. 2-ാം തീയതി 8 മണി മുതൽ 4 മണി വരെയാണ്. നിങ്ങളെല്ലാവരെയും സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.